പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പഴയ കാലമൊക്കെ പോയി എന്ന് പറയുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM എന്ന് പറഞ്ഞ പാർട്ടിയിലെ നേതാക്കന്മാർ നടത്തുന്ന അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ കഥകൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിപ്പിക്കും എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പഴയ കാലത്തെ CPM നേതാക്കന്മാർ, അവരുടെ ലളിതമായിട്ടുള്ള ജീവിത രീതി, അതൊക്കെ പോയ കാലത്തെ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പോയ കാലത്തെ സംഭവങ്ങളുടെ, അവരുടെ ലളിതമായ ജീവിത രീതിയെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ആളുകൾ പരിഹസിച്ച് ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. ഇന്ന് CPM നേതാക്കന്മാരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചൊന്നും കൊണ്ടല്ല കേൾക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 30-40കളിലൊക്കെ 5 രൂപ കൊടുക്കും പാർട്ടി. അതുകൊണ്ട് കുട്ടനാട്ടിലേക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകും. 2 ദിവസം കഴിയുമ്പോൾ ആ പണം തീരും കഴിയുമ്പോൾ പാർട്ടിക്കാർ തിരിച്ചു പോകും. പക്ഷേ VS തിരിച്ചു പോകില്ല. ഒരു കുളത്തിലിറങ്ങി കിടക്കും. വെളുപ്പാങ്കാലത്ത് കുളത്തിൽ കിടന്ന് ജുബയും മുണ്ടുമൊക്കെ കഴുകി വൃത്തിയാക്കി അയയിൽ തൂക്കിയിടും. അത് ഉണങ്ങുന്നത് വരെ VS ആ കുളത്തിൽ കിടക്കും. നേരം വെളുക്കുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്തിട്ടുകൊണ്ട് വീണ്ടും പാർട്ടി പുറത്ത്. ഇതുപോലത്തെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പരിഹാസമാണ് തോന്നുന്നത്. ആ നിലയിലേക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. CPM നേതാക്കന്മാരുടെ സ്വത്ത് സമ്പാദനം, അനധികൃത സ്വത്ത് സമ്പാദനം ഇന്നൊരു വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കന്മാരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. AC മൊയ്തീൻ്റെ സ്വത്ത് സമ്പാദനം, CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വർഗീസിൻ്റെ സ്വത്ത് സമ്പാദനം, അങ്ങനെ എത്രയെത്ര പേരുടെ അപ്പോൾ ആ നിലയിലേക്ക് ഇപ്പോൾ തുടർഭരണം കിട്ടിയ CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ജില്ലകളിൽ നിന്നും CPM നേതാക്കന്മാരുടെ അനധികൃത സ്വത്ത് സമ്പാദനം നമ്മൾ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചർച്ച ചെയ്യുന്നു, 4 ദിവസം കഴിയുമ്പോൾ അത് മറക്കുന്നു, അടുത്ത വാർത്ത വരുന്നു, അത് നമ്മൾ ചർച്ച ചെയ്യുന്നു, മറക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. സുഹൃത്തുക്കളെ, ഈ അനധികൃത സ്വത്ത് സമ്പാദനം വാർത്തയല്ലാതെയായി മാറുമ്പോഴും CPMൻ്റെ ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്തകൾ നമുക്കങ്ങനെ ചർച്ച ചെയ്ത് മറക്കാൻ കഴിയുന്നത്ര ലളിതമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ CV വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ജില്ലാ സെക്രട്ടറിയെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി അയാളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്ത് ആ സമ്മേളന സമയത്താണെന്ന് എനിക്ക് തോന്നി ഈ പാതിവല തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ അയാളിൽ നിന്ന് 25 ലക്ഷം രൂപ CV വർഗീസ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് സംസാരമുണ്ടായി. അതിനെ തുടർന്ന് അയാൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ശരിയല്ല, 2.5 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ആ 2.5 ലക്ഷം രൂപ മൂലമറ്റത്തെ ഏതോ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് മൂലമറ്റത്തെ പാർട്ടിയാണ് വാങ്ങിയത്, അത് അവിടെ സഹകരണ സംഘത്തിൽ എന്തോ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്നത് കണ്ടു. പക്ഷേ അതിനെ തുടർന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 25 ലക്ഷം വാങ്ങിയെന്നും അതിൽ 2.5 ലക്ഷമാണ് ഈ മൂലമറ്റത്തെ പാർട്ടി ബാങ്ക് വഴി വാങ്ങിയെങ്കിൽ ബാക്കി തുക തങ്കമണിയിലുള്ള ഒരു സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നു. ഈ 2 ബാങ്കുകളും CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ ഇടുക്കി ജില്ല പതിറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന ഒരു സംവിധാനമാണ് CPMൻ്റെ പാർട്ടി സംവിധാനം.
എം മണിയുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി ഇടുക്കി ജില്ലയിലെ നിയമവും കോടതിയും എല്ലാം CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവിടെ CPM എന്ത് വിചാരിക്കുന്നു അതവിടെ നടക്കും. അവിടെ നടക്കുന്ന അനധികൃത കയ്യേറ്റങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അവിടുത്തെ ആ പാർട്ടി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയെ പതിറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന ഒരു മാഫിയ സംവിധാനമാണ് ഇടുക്കി ജില്ലയിലെ പാർട്ടി. ഇടുക്കിയിൽ നടക്കുന്ന അനധികൃത കയ്യേറ്റങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് CPMൻ്റെ ഗുണ്ടകളാണെന്നും ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പതിറ്റാണ്ടുകളായി അവിടെ അത് നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ ചെറുവിരലനക്കാൻ നിർഭാഗ്യവശാൽ കേരള ഹൈക്കോടതിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കരുത്. ഈ അടുത്ത കാലത്തൊക്കെ എന്തോ വലിയ വിളികളൊക്കെ കേരള ഹൈക്കോടതി നടത്തി. മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞ ന്യായാധിപൻ്റെ ബെഞ്ച് എന്തൊക്കെയോ കുറേ വിളികളൊക്കെ നടത്തിയിട്ട് അവിടെ ഇട്ടിട്ടങ്ങ് പോയി. CPM എന്ന് പറഞ്ഞ പാർട്ടി പതിറ്റാണ്ടുകളായി ഇടുക്കി അടക്കി ഭരിക്കുന്ന ഒരു സമാന്തര സർക്കാരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നത്. എം മണിയാണ് അതിൻ്റെ തലതൊട്ടപ്പൻ, ഏക ഛത്രാധിപതി എം മണിയാണ്. ആ എം മണിയുടെ ഒരു വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള CV വർഗീസാണ് കുറച്ചു കാലമായി അവിടുത്തെ പാർട്ടി സെക്രട്ടറി. ഇപ്പോൾ അയാളെ വീണ്ടും പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കും. സുഹൃത്തുക്കളെ, ആ CV വർഗീസിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാലമായി നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഈ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അന്വേഷിക്കാൻ അവിടുത്തെ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നാണ് പുതിയതായി വന്ന വാർത്ത. ആ വാർത്ത നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതെത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ് ആ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അത് ജീവനിൽ കൊതിയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ആ പരാതി നൽകിയത്. അത് അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പ്രതിപക്ഷ നേതാവിനും CPM സംസ്ഥാന സെക്രട്ടറിക്കും റവന്യൂ മന്ത്രിക്കും മാത്യു കുഴൽനാടനും KK ശിവരാമൻ എന്ന് പറഞ്ഞ CPI നേതാവിനും K സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJP നേതാവിനും ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി ദേവികുളം എന്നീ താലൂക്കുകളിൽ അനധികൃതമായി കുളം നിർമ്മാണം, റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ വ്യാപകമായ പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 4 താലൂക്കുകളിൽ ഈ വ്യാപകമായിട്ടുള്ള പാറ പൊട്ടിക്കലും മണ്ണെടുക്കലും നടക്കുന്നത് 3 പേരുടെ നേതൃത്വത്തിലാണ്. അതാണ് ആ ജീവനിൽ കൊതിയുള്ള പൊതുപ്രവർത്തകൻ്റെ കത്തിൽ പറയുന്നത്. അതിലൊന്ന് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CV വർഗീസ്, 2 അയാളുടെ മകൻ അമൽ വർഗീസ്, 3 അയാളുടെ മരുമകൻ സജിത്ത് കടലാടി മറ്റം. അതായത് CV വർഗീസ്, മകൻ അമൽ വർഗീസ്, മരുമകൻ സജിത്ത് കടലാടി മറ്റം. ഇവിടെ തുറന്നതിനകത്ത് പറയുന്നത് എന്താ? ഇടുക്കി ഡാമിനോട് ചേർന്നുള്ള പേരിൽ നിന്നുപോയ കരിങ്കോൽ ക്വാറി പോലും ഇവരുടെ നേതൃത്വത്തിൽ നടത്തി വരികയാണ്. തഹസീൽദാർ, പോലീസ്, മൈനിങ് ജിയോളജി ഉദ്യോഗസ്ഥന്മാർ എന്നിവർക്ക് മാസപ്പടി നൽകിക്കൊണ്ടാണ് ഈ മാഫിയ പ്രവർത്തനം നടന്നു വരുന്നത്. തടിയൻപാടി, വിമലഗിരി, പാണ്ടിപ്പാറ, അമ്പലം റോഡ് പണിയുടെ മറവിൽ രാത്രിയും പകലും 100 കണക്കിന് ലോഡ് കല്ലാണ് കയറ്റിപ്പോകുന്നത്. തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും. അക്കത്തിൽ പറഞ്ഞിരിക്കുക വളരെ കൃത്യമായി ഈ 3 പേര്, ഈ CV വർഗീസും അമൽ വർഗീസും സജിത്ത് കടലാടി മറ്റവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത മാഫിയ പ്രവർത്തനങ്ങൾ ഇന്നതാണ്. അത് ഇന്ന സ്ഥലത്ത് കൂടിയാണ് നടക്കുന്നത്. തങ്കമണി പോലീസ് സ്റ്റേഷൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ഭാഗം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടുത്ത ഭാഗം. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ജില്ലാ സെക്രട്ടറിക്കും കുടുംബത്തിനും ഇപ്പോഴുള്ള ആസ്തി സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണക്കുകളാണ് ആ ജീവനിൽ ഭയമുള്ള ആ പൊതുപ്രവർത്തകൻ്റെ കത്തിലുള്ളത്. എന്താണ്? CV വർഗീസിൻ്റെ കുടുംബത്തിനും 15 ടിപ്പർ ലോറികൾ,
ലക്ഷങ്ങൾ വിലയുള്ളതാണ് ടിപ്പർ ലോറികൾ, നമുക്കറിയാം. 15 ടിപ്പർ ലോറികൾ, 8 ടോറസ് എന്ന് പറഞ്ഞാൽ വലിയ കരികലൊക്കെ കയറ്റിപ്പോകുന്ന വലിയ വണ്ടികൾ 8 എണ്ണം, 18 ബസ്, 4 ഹിറ്റാച്ചി, 4 JCB, അതുപോലെ തന്നെ ഇന്നോവ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ. ആലോചിച്ച് നോക്ക്, 15 ടിപ്പർ, 8 ടോറസ്, 18 ബസ്, 4 ഹിറ്റാച്ചി, 4 JCB, ഇന്നോവ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ. അതുകൂടാതെ പൂപ്പാറയിൽ ഏക്കർ കണക്കിന് ഏലത്തോട്ടം. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും മക്കളുടെയും പേരിലുള്ള അനധികൃത സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഞാനീ പറഞ്ഞത്. ഇതാണ് അയാളുടെ പേരിലുള്ള അനധികൃത സ്വത്ത്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു വ്യത്യാസം എന്താ? ഈ കത്ത് കിട്ടിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പിലെ ഉടുമ്പൻചോലയിലെ തഹസീൽദാർ, ഭൂരേഖ വിഭാഗത്തിലുള്ള ഉടുമ്പൻചോലയിലെ തഹസീൽദാർ എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും ഈ നേരത്തെ പറഞ്ഞ ജീവനിൽ പേടിയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ കത്തിലെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിച്ച് വിവരമറിയിക്കാൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതായത് CV വർഗീസും മകൻ അമൽ വർഗീസും മകൻ സജിത്ത് കടലാടിമറ്റവും ഉടുമ്പൻചോല താലൂക്കിലെ വിവിധ വില്ലേജുകളിൽ നടത്തുന്ന അനധികൃതമായിട്ടുള്ള പാറ പൊട്ടിക്കലും മണ്ണെടുക്കലും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് ഒരു കത്ത് താഴത്തേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചെറിയ കാര്യമാണോ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടികളുടെ അനധികൃത സ്വത്ത് ഈ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായുള്ള കുടുംബവും ചേർന്ന് സമ്പാദിച്ചിരിക്കുന്നു. അനധികൃതമായിട്ടുള്ള പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ പണം സമ്പാദിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പരിശോധിക്കാൻ, അതിനെക്കുറിച്ച് റിപ്പോർട്ടെടുക്കാൻ റവന്യൂ വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനം. ഞാൻ അനൗദ്യോഗികമായ ഒരു 10-20ഓളം ക്വാറികൾ ഈ ഇടുക്കി ജില്ലയിൽ ഇയാളുടെ ബിനാമികളുടെയും പേരിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര ഭീകരമാണ് അവസ്ഥ. 8 വർഷം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാർ ശതകോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ CV വർഗീസിൻ്റെ ഈ അനുഭവം നമ്മൾക്ക് തരുന്ന പാഠം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.